ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു 3 ചേരുവകൾ മാത്രം ചേർത്തൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ. ഓയിലും ബട്ടറും ഒന്നും ഒരു തുള്ളി പോലും ചേർക്കാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സ്പോഞ്ചിയായ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഈ കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് മൈദ എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നു. പഞ്ചസാര നമ്മൾ മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഫുൾ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു ലേശം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. പകരം നമ്മൾ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി നമ്മൾ ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മൈദ ചേർത്ത് സാവധാനം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് നമുക്ക് കുക്കറിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബട്ടർ തടവിയ കേക്ക് ടിന്നിൽ നമുക്ക് പൊടി സ്പ്രെഡ് ചെയ്തെടുത്ത് തയ്യാറാക്കിയെടുത്ത മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എണ്ണയോ ബട്ടറോ പുരട്ടി കൊടുത്ത് ഇതുപോലെ പൊടി സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. കേക്കിനുള്ള ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്കിത് കുക്കായി കിട്ടും. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കണം. ഓവൻ വേണമെന്നില്ല, നമുക്ക് കുക്കറിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുക്കറിൽ ഓയിലോ ബട്ടറോ തടവി അതിലേക്ക് പൊടി സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പഴയ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. സ്റ്റൗ സിമ്മിലാക്കി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഫുഡ് കളറോ ബേക്കിംഗ് പൗഡറോ ഓയിലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനിയും സിമ്പിളായ പുതിയ റെസിപ്പികളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ